ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ക്യാരറ്റ് പുഡിങ്ങാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ഈ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. 2-3 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 125 ഗ്രാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മെൽറ്റാക്കി കൊടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ മെൽറ്റായിട്ട് വന്നിട്ട് പിന്നെ ഈ പഞ്ചസാര നമുക്കൊന്ന് വറ്റിച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് മെൽറ്റായിട്ട് വറ്റട്ടെ. നമുക്ക് ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം എടുത്തിട്ട് അതൊന്ന് റെഡിയാക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചൈന ഗ്രാസും കുറച്ച് വെള്ളവും ഒഴിച്ച് കുതിർത്തിയിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്കത് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് പഞ്ചസാര എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്യാരറ്റ് നമുക്കെടുത്തൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കിത് മാറ്റി വെക്കാം. ചൈന ഗ്രാസ് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റാക്കിയെടുത്ത നമ്മുടെ ക്യാരറ്റ് നമുക്കിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, പഞ്ചസാര ചേർത്ത് മെൽറ്റാക്കിയ നമ്മുടെ ക്യാരറ്റാണ്. ആ ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം 250 ml ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 125 ml കപ്പിലാണ് പാലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് ഞാൻ പാലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. തണുപ്പിച്ചെടുത്ത പുഡിംഗ് ട്രേ ആണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു ക്യാരറ്റ് പുഡിങ്ങാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു പുഡിങ്. ഇനി ഇതിൻ്റെ മീതെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ബദാമും ഒരു 5 അണ്ടിപ്പരിപ്പുമാണ്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സില്ലേ, അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മീതേക്ക് വിതറിയിട്ട് ഗാർണിഷ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ സൈഡൊക്കെ വിട്ട് പോന്നിട്ട് വരും കേട്ടോ. നമ്മുടെ ഈ പുഡിങ് വളരെ രുചികരമാണ്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് കുട്ടികൾക്ക് വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. നിങ്ങളിതുപോലെ മുറിച്ചിട്ട് അവർക്ക് ഏത് ആകൃതിയിലാണോ ഇഷ്ടം മുറിച്ച് കൊടുക്കാനും കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുപോലെ കൊടുക്കുക. കണ്ടില്ലേ, ഞാനിവിടെ മക്കൾക്ക് ഇങ്ങനെയാണ് കേട്ടോ മുറിച്ച് കൊടുത്തിരിക്കുന്നത്. വളരെ രുചികരമായ ഒരു ക്യാരറ്റ് പുഡിങ്ങാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ പുഡിങ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.